ഫാമിലി ഫീൽ ഗുഡ് തമാശപ്പടങ്ങൾക്ക് നല്ല കാഴ്ചക്കാരുണ്ട്. 2.5 മണിക്കൂർ ഒന്നും ആലോചിക്കാതെ രസിച്ചങ്ങനെ ഇരിക്കാൻ പാകത്തിൽ അത് ഒരുക്കണമെന്ന് മാത്രം. ലോജിക്ക് തിരയാൻ പോയേക്കരുത്. ഒരു കഥ അല്ല, ചില മനുഷ്യരുടെ അവസ്ഥകളെ ഒരു കഥയാക്കി പറഞ്ഞ ഒരു ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. വിപിൻ ദാസിൻ്റെ സംവിധാനത്തിൽ ബേസിലും പൃഥ്വിരാജും പ്രധാന വേഷത്തിലെത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തെക്കുറിച്ച്. തമാശ ചിത്രങ്ങൾക്ക് എപ്പോഴും പ്രേക്ഷകരുണ്ട്. അത് നല്ല ഒഴുക്കുള്ള തിരക്കഥയിൽ വരണമെന്ന് മാത്രം. തമാശയ്ക്ക് വേണ്ടി തമാശ ചേർക്കുന്നതാവരുത്. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റാണ് മുൻ ചിത്രം പോലെ തന്നെ വിപിൻ ദാസ് ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. ഒരു കല്യാണ പൊല്ലാപ്പാണ് ചിത്രം പറയുന്നത്. വിനുവിൻ്റെ കല്യാണവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളുടെയും ആകെ തുകയാണ് സിനിമ. അതായത് കഥ എന്താണെന്ന് ഒറ്റ വരിയിൽ പറഞ്ഞു പോകാം. അതിനൊരു സിനിമയാക്കി മാറ്റിയെന്നതാണ് ദീപു പ്രദീപ് എന്ന തിരക്കഥാകൃത്തിൻ്റെ കഴിവ്. കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിൽ ദീപു പ്രദീപിൻ്റെ ആ റൈറ്റിംഗ് സ്കിൽ മലയാളി സിനിമാ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതാണ്. ചിത്രത്തിൻ്റെ പ്രമോഷൻ അഭിമുഖത്തിൽ പൃഥ്വിയോടും ബേസിലിനോടുമായി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു. 2 സംവിധായകർ ഇങ്ങനെ അഭിനേതാക്കളായി ഒരു സംവിധായകൻ്റെ മുന്നിൽ പെർഫോമൻസ് ചെയ്തതിനെക്കുറിച്ചായിരുന്നു അതിൽ പൃഥ്വി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: വിപിൻ്റെ മനസ്സിൽ സിനിമയുണ്ട്, അയാൾ പറയുന്നത് അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മാത്രം മതി, അവിടെ സംവിധായകരാണെന്ന ചിന്ത പോലും വരില്ല. സത്യമാണ്, ദീപു അങ്ങനെ എഴുതി വെച്ചതിനെ സിനിമയാക്കി മാറ്റിയിട്ടുണ്ട് വിപിൻ. ജയജയെ പോലെ ഒരു ഹിറ്റൊരുക്കിയ വിപിൻ ദാസിൽ നിന്നും മറ്റൊരു പടം എന്നതിൽ നിന്ന് തന്നെ പ്രേക്ഷകർ അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യും. അത് നൽകാൻ വിപിന് ആയിട്ടുമുണ്ട്. തമാശ ചിത്രമാണെന്ന് ഒറ്റവാക്കിൽ പറയാമെങ്കിലും തുടരെ തമാശകളിലല്ല ദീപു തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. തിരക്കഥയുടെ കയറ്റിറക്കത്തിനനുസരിച്ച് സിറ്റുവേഷണൽ കോമഡി ചേർത്ത് പോയിട്ടുണ്ട്. സിറ്റുവേഷണൽ കോമഡി അടുത്ത കാലത്ത് നന്നായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. ഒറ്റ ഇൻസിഡൻറ്റിൽ കഥ മുഴുവൻ തൂക്കിയിട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ബലത്തിനനുസരിച്ചായിരിക്കും സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക്. എന്നാൽ അതങ്ങനെ വിശ്വസനീയമായി അവതരിപ്പിക്കാൻ വിപിനും തൻ്റെ അഭിനേതാക്കൾക്കും ആയിട്ടുണ്ട്. അതിലേക്ക് മറ്റുള്ള ലെയറുകൾ ചേർത്ത് കെട്ടി അവസാനം ഒന്നിലേക്ക് ബന്ധിപ്പിച്ചാണ് ദീപു തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതായത് 90കളിൽ നമ്മെ കുടുകുടെ ചിരിപ്പിക്കുകയും ഇപ്പോഴും ടി വിയിൽ വന്നാൽ വീണ്ടും കുത്തിയിരുന്ന് കാണുന്ന ചിത്രങ്ങൾക്ക് സമാനമായാണ് ഇതിൻ്റെ രചനയും. പല പ്രിയദർശൻ സിനിമാ സീനുകളെയും ക്ലൈമാക്സുകളെയും ചിത്രം നല്ലതുപോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ മീറ്റർ എന്താണെന്ന് പ്രേക്ഷകർക്ക് നല്ലതുപോലെ അറിയാം. മസിൽ പിടിച്ച് അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം കഥാപാത്രങ്ങൾക്ക് പറ്റിയ ആക്ടറാണെന്ന് പൃഥ്വിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അടുത്തിടെ ഒന്നിനു പിറകെ ഒന്നായി വന്നതും അത്തരം കഥാപാത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വി കോമഡി പറയുമ്പോൾ എന്തോ വല്ലാതെ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഫീൽ കാണാം. എന്നാൽ ഈ ചിത്രത്തിലേക്ക് വന്നാൽ ചില സീനുകൾ മാറ്റി നിർത്തിയാൽ കഥാപാത്രത്തിനുള്ളിൽ നല്ല പാകത്തിന് ഇറങ്ങിയിരുന്നിട്ടുണ്ട് പൃഥ്വി. ഇടയ്ക്ക് കോശിയിലേക്ക് പോകാനുള്ള ശ്രമം വിപിൻ ഇടപെട്ട് തടഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ബ്രദേഴ്സ് ഡേ, പാവാട, ബ്രോഡാഡി തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ ലൈൻ പിടിച്ചാണ് ഇതിലെ ആനന്ദായി പൃഥ്വി മാറിയിരിക്കുന്നത്. അടുത്തത് ബേസിലാണ്. നിസ്സഹായനായി പാവം കഥാപാത്രങ്ങൾ ചെയ്ത് ഫലിപ്പിക്കുന്നതിൽ ഇന്ന് ബേസിലിനോളം മറ്റാരുമില്ല. ഇവിടെ വിനുവായി ബേസിൽ കസറിയിട്ടുണ്ട്. കല്യാണം നടന്നു കിട്ടാൻ അയാൾ കാണിക്കുന്ന തത്രപ്പാടിൽ പ്രേക്ഷകർ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. ആദ്യ പകുതിയിൽ ബേസിലിൻ്റെ ഡയലോഗുകളിലാണ് ചിരി അധികവും ഉണ്ടാകുന്നത്. തമിഴ് നടൻ യോഗി ബാബു, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, രേഖ, ഇർഷാദ്, സിജു സണ്ണി, സഫ്വാൻ, കുഞ്ഞികൃഷ്ണ മാസ്റ്റർ തുടങ്ങി വന്നവരും നിന്നവരും കൗണ്ടറുകൾ പറഞ്ഞ് സിനിമയെ ലൈവാക്കി നിർത്തിയിട്ടുണ്ട്. നീരജ് രവിയുടെ ഛായാഗ്രഹണവും ജോൺകുട്ടിയുടെ എഡിറ്റിങ്ങും സിനിമയുടെ ഫൺ മൂഡിനോട് ചേർന്നു പോകുന്ന തരത്തിൽ തന്നെയാണ്. ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റാണ് എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ്. കല്യാണ കഥകൾ നിരവധി ഇറങ്ങിയ ഇൻഡസ്ട്രിയാണ് മലയാളം. അത് പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ കല്യാണവും കൺഫ്യൂഷനും അതിനെ തുടർന്നുള്ള പുലിവാലും മലയാളത്തിലെ ചിരിപ്പടങ്ങളിൽ ഒരു കാലത്ത് സ്ഥിരം ചേരുകയായിരുന്നു. തല്ലുമാല, സുലേഖ മനസ്സിൽ, തിങ്കളാഴ്ച നിശ്ചയം, ഉപചാരപൂർവ്വം ഗുണ്ടാജയം തുടങ്ങി വ്യത്യസ്തങ്ങളായ കല്യാണ കഥകൾ അടുത്തിടെ ഇറങ്ങിയിട്ടുമുണ്ട്. അതിൽ നിന്ന് ഗുരുവായൂർ അമ്പലനടയിൽ വ്യത്യസ്തമാകുന്നത് ഇതുവരെ പറയാത്ത ഒന്ന് പറഞ്ഞതിലാണ്. അതും നല്ല രസമായി ഒരുക്കിയതിലുമാണ്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന ലോജിക്ക് മാറ്റി നിർത്തിയാൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ചിരിക്കാൻ ഏറെ നിറച്ചാണ് വിപിനും കൂട്ടരും ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചില ചിത്രങ്ങളിലെ സീനുകൾക്ക് സമാനമായത് ക്ലീശയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാനും പറ്റില്ല. പക്ഷേ അത് കഥയുടെ ആകെ മൂഡിനോട് ചേരുന്നതുമാണ്. എന്താണ് അവസാനം സംഭവിക്കുക എന്ന് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാമെങ്കിലും തിരക്കഥയുടെ ആ കയറ്റിറക്കത്തിൽ സിനിമക്കുള്ളിലായ പ്രേക്ഷകർ ആ എൻഡിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും. ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും മുഴുവൻ സിനിമക്കായി ഒരുക്കിയവർക്കാണ് ആദ്യം കയ്യടി കൊടുക്കേണ്ടത്. അത്രയും റിയലായി അത് ചെയ്തിട്ടുണ്ട്. അത്രയും ആളുകളെ വെച്ച് സിനിമ പൂർത്തിയാക്കിയതിൽ അതിൻ്റെ ക്രൂവിനെ അഭിനന്ദിക്കാതെ തരവുമില്ല. ഒരു ഹിറ്റ് സിനിമയുടെ റെഫറൻസ് കൊണ്ടുവന്നതും നല്ല രസമുണ്ടായിരുന്നു. വിപിൻ ദാസ് ജയജയെ കൊണ്ട് നിർത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഗുരുവായൂർ അമ്പലനടയിൽ. മലയാള ബോക്സ് ഓഫീസിന് 2024 രാശിയുടെ വർഷമാണ്. ആ വിജയ വഴിയിലേക്ക് മറ്റൊരു കോമഡി ഫാമിലി ചിത്രം കൂടി എത്തുമോ എന്ന് വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മളോട് പറയും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.